ചാന്ദ്രദിന ക്വിസ് LP, UP, HS, HSS പാർട്ട് 5. മനുഷ്യൻ്റെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ലൂണ 1. ലൂണ ദൗത്യം നടത്തിയത് ഏത് രാജ്യമാണ്? റഷ്യ. എന്താണ് ഫ്ലൈ ബൈ ദൗത്യമെന്നാൽ? ഒരു ഗ്രഹത്തെയോ ഉപഗ്രഹത്തെയോ അവിടെ ഇറങ്ങാതെ അതിൻ്റെ ഉപരിതലത്തിൽ ഭ്രമണം ചെയ്ത് അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്നതിനെയാണ് ഫ്ലൈ ബൈ ദൗത്യം എന്ന് പറയുന്നത്. ലൂണ 1 ദൗത്യം ഒരു ഫ്ലൈ ബൈ ദൗത്യമായിരുന്നു. ഇത് ചന്ദ്രൻ്റെ എത്ര അടുത്തു നിന്നാണ് നിരീക്ഷണം നടത്തിയത്? 5990 കിലോമീറ്റർ ചന്ദ്രൻ്റെ അടുത്ത് വരെ ലൂണ 1 എത്തിയിട്ടുണ്ട്. ലൂണ 1 മിഷൻ നടത്തിയ വർഷം ഏതാണ്? 1959 ജനുവരി 2. ലൂണ 1 റഷ്യൻ ഭാഷയിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. മച്ത. റഷ്യൻ ഭാഷയിൽ ഈ വാക്കിൻ്റെ അർത്ഥം ഡ്രീം, അതായത് സ്വപ്നം എന്നാണ്. ലൂണ 1 പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു? 1. ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം വിട്ട് മുകളിലെത്തിയ ആദ്യ പേടകം. 2. ചന്ദ്രൻ്റെ 5990 കിലോമീറ്റർ അടുത്തുകൂടി ഇത് കടന്നുപോയി. 3. സൗരവാതം അഥവാ സോളാർ വിൻഡിനെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഈ പരീക്ഷണത്തിലൂടെ സാധിച്ചു. ലൂണ 1 ലക്ഷ്യം എന്തായിരുന്നു? ചന്ദ്ര ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങുക എന്നതായിരുന്നു ലക്ഷ്യം. എങ്കിലും റോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറിൻ്റെ പ്രവർത്തന തകരാറ് മൂലം വേഗപരിധി കൂടിയതിനാൽ ചന്ദ്രൻ്റെ 5990 കിലോമീറ്റർ അടുത്തുകൂടി ഈ പേടകം കടന്നുപോയി. എന്താണ് സൗരവാതം അഥവാ സോളാർ വിൻഡ് പ്രതിഭാസം? സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നും നിരന്തരമായി പുറന്തള്ളപ്പെടുന്ന ചാർജുള്ള കണങ്ങളുടെ ശക്തമായ പ്രവാഹമാണ് സോളാർ വിൻഡ് അഥവാ സൗരവാതം. ഇതിൻ്റെ സ്പീഡ് 400 തുടങ്ങി 800 കിലോമീറ്റർ ആണ്. എന്താണ് അറോറ എന്ന പ്രതിഭാസം? സൗരവാതത്തിലെ അഥവാ സോളാർ വിൻഡിലെ കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുകയും അവിടുത്തെ വാതകങ്ങളുമായി കൂട്ടിയിടിക്കുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ പല കളറുകളിൽ മനോഹരമായ പ്രകാശ കിരണങ്ങളായി കാണപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ അറോറ എന്ന് പറയുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. റഷ്യൻ സ്പേസ് ഏജൻസിയുടെ പേര് എന്താണ്? റോസ്കോസ്മോസ് എന്നാണ് റഷ്യൻ സ്പേസ് ഏജൻസിയുടെ പേര്. എന്താണ് ജപ്പാൻ സ്പേസ് ഏജൻസിയുടെ പേര്? JAXA, ജാപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ഇത് നിലവിൽ വന്നത് 2003 ഒക്ടോബർ 1. അമേരിക്കൻ സ്പേസ് ഏജൻസിയുടെ പേര് എന്താണ്? നാസ, നാഷണൽ എയ്റോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. 1958 ഒക്ടോബർ 1 നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയുടെ പേരെന്താണ്? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. 1969 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു.